എന്റെ യോഗ്യത തീരുമാനിക്കാൻ നിങ്ങൾ ആരാ സ്വഭാവം നോക്കിയിട്ട് ഇടപെടുമല്ലോ. താങ്കളെ പേടിപ്പിക്കരുത്. കാരണം പി ടി മാഷുമാരെ താങ്കൾ അവമാനിക്കുക ചെയ്തത്. പ്രത്യേകത അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞ എതിർക്കുന്ന കുബുദ്ധികൾക്ക് സർക്കാർ ഇപ്പോഴേ വഴങ്ങുന്നു. ചർച്ചയ്ക്കായി മുന്നോട്ട് വെച്ച നിർദ്ദേശം പോലും പിൻവലിക്കുന്നു. ഞങ്ങളുടെ പരിഗണനയിൽ അങ്ങനെ ഒന്നില്ല എന്ന് തീർത്ത് പറയുന്നു. ഞങ്ങളത് ആലോചിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. കുബുദ്ധികളുടെ സ്വാധീനത്തിന് ഇപ്പോൾ വഴങ്ങുന്നത് സർക്കാരാണ്. ബാലുശ്ശേരി സ്കൂൾ ജയിച്ചെടുത്ത് സർക്കാർ സമസ്തയടക്കമുള്ള മതസംഘടനകളുടെ, മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളുടെ നിലപാടിന് വഴങ്ങിക്കൊടുക്കുന്നു. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, സർക്കാർ സമീപ ചരിത്രത്തിൽ ആദ്യമായി ജനറൽ ന്യൂട്രൽ യൂണിഫോം ഉള്ള, അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള മാറ്റങ്ങളെ സാംശീകരിക്കാനുള്ള കേരളീയ വിദ്യാഭ്യാസത്തിന്റെ നവീകരണത്തിന് വേണ്ടി ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ടേക്ക് വെക്കുന്നു. ഒരുമിച്ചിരുന്നാൽ ലൈംഗിക അരാജകത്വം ഉണ്ടാക്കും എന്ന് എന്താണ് ഉദ്ദേശിച്ചത് ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്? ഈ മുസ്ലിം ലീഗിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി സംസ്ഥാനത്തെ നിയമസഭയിൽ പറയുകയാണ് മിക്സഡ് ബെഞ്ചൊക്കെ നടപ്പാക്കിയാൽ ലൈംഗിക അരാജകത്വം ഉണ്ടാകുമെന്ന്. എന്താണ് ഈ പറയുന്നത്? സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ജനതയുടെ സാംസ്കാരികമായി അവന്റെ മതപരമായ വിശ്വാസങ്ങളെയൊക്കെ തന്നെ തകർക്കുന്ന രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഏത് ജനതയുടെ മതപരവും സാംസ്കാരികവുമായ വിശ്വാസത്തെയാണ് തകർക്കുന്നത്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഇടകലർന്നിരിക്കുക എന്ന ആശയം ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കട്ടെ, കൂടുതൽ സൗഹാർദ്ദത്തിലും കൂടുതൽ സമഭാവനയോടെയും ചേർന്നിരുന്ന് പഠിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് ഏത് മതത്തിന്റെ ഏത് വിശ്വാസത്തെയും സംസ്കാരത്തെയുമാണ് ഹനിക്കുന്നത് ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്. അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. അത് ലൈംഗിക അരാജകത്വം ഉണ്ടാക്കും എന്ന് മുസ്ലിം ലീഗിന്റെ MLA പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്ത് CBSE സ്കൂളുകളിലും കേന്ദ്ര സിലബസ് ഉള്ള സ്കൂളുകളിലും ഇടകലർന്നിരിക്കുന്ന കുട്ടികളെ അപമാനിക്കുന്ന പ്രസ്താവനയല്ലേ നിങ്ങൾ നടത്തിയത്? തിരുത്തേണ്ടതും മാപ്പ് പറയേണ്ടതുമല്ലേ? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരുത്തേണ്ടതും മാപ്പ് പറയേണ്ടതുമായ ഒന്നുകൂടെ നടന്നിട്ടില്ല. ഞാൻ കേരളം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? ഒന്ന് പോടോ. എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടാനുസരണം മദ്യഷാപ്പുകൾ നൽകിക്കൊണ്ട് ലഹരിക്കെതിരായി കുട്ടികളെ ബോധവൽക്കരണം നടത്തണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പെൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മിക്സഡായി ഇരുന്ന് കഴിഞ്ഞാൽ ലൈംഗിക അരാജകത്വം ഉണ്ടാകും എന്നൊക്കെ എങ്ങനെയാണ് പ്രായപൂർത്തിയായ മനുഷ്യന്മാർക്ക് അവരോട് പറയാൻ കഴിയുക? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ 90% സ്വകാര്യ സ്കൂളുകളിലും ഇത്തരത്തിൽ തന്നെയാണ് സീറ്റിംഗ്. അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ കൂടിയാണ് നിങ്ങളുടെ ഒരു MLA നിയമസഭയിൽ വന്ന് ലൈംഗിക അരാജകത്വം എന്ന വാക്കൊക്കെ പ്രയോഗിക്കുന്നത്. അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. ഏത് കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു ഏകപക്ഷീയമായ മനോഭാവമൊന്നുമില്ല. ഞങ്ങൾ ബലം പ്രയോഗിച്ച് താൽക്കാലികമായി ഞങ്ങൾക്ക് ലഭിച്ച രാഷ്ട്രീയ ഭൂരിപക്ഷത്തിന്റെ കരുത്തുപയോഗിച്ച് ഞങ്ങൾ ഇത് നടപ്പിലാക്കും. ഞങ്ങൾ ഇരുമ്പ് പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെ ഉപയോഗിച്ച് ഞങ്ങൾ ഈ നിയമത്തെ സൃഷ്ടിച്ചെടുക്കും. അങ്ങനെയുള്ള അഭിപ്രായവുമില്ല അല്ലേ? വിഴിഞ്ഞം പദ്ധതി എങ്ങനെയും നടപ്പാക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പായിരുന്നല്ലോ. ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം എന്താണ് സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ താല്പര്യം ഇല്ലാതാകുന്നത്? PT മാഷുമാര് മോശക്കാരാണോ? PT മാഷുമാരും കൈവേല മാഷുമാരും മോശക്കാരാണോ? ഞാൻ അതാണോ അല്ലയോ എന്നുള്ളത് കൈരളി ചാനലിൽ നിങ്ങളുടെ ചർച്ച നടന്നപ്പോൾ ഡോക്ടർ ലാലിനോട് അദ്ദേഹത്തിന് നേരിട്ടപ്പോ അദ്ദേഹത്തിന്റെ അനുഭവം എന്ന കൈരളി തോന്നാൻ നിങ്ങൾക്കറിയാം ഞാൻ ഏതിന്റെ മാഷാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദ മാഷ് ഏത് മാഷാണ്? JK അത് മോശക്കാരനാണോ? കേരളത്തിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ അത്ര മോശക്കാരാണോ? ഇവരെയൊക്കെ പരിഹസിക്കലാണോ ഒരു ചർച്ചയിൽ വന്നിട്ട്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം എടുത്തു പറ്റിയിട്ട് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്ന വല്ല വിദ്യാഭ്യാസ സംഘടന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞ് ചാനലിൽ വന്നിട്ട് തള്ളുമ്പോൾ നിങ്ങളെന്താ അവരെ അവമാനിക്കുകയാണോ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം അദ്ദേഹം ചെയ്തത് ശുദ്ധമായ അപമാനിക്കലാണല്ലോ അധ്യാപക സമൂഹത്തെ. ഞാനതൊന്നുമാണ് എന്നുള്ളതല്ല, പക്ഷെ അവരോടുള്ള ബഹുമാനം സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു, ഒരാൾ PT അധ്യാപകരോ കൈവേലക്കാരോ ഒക്കെ മോശക്കാരാണ് എന്നുള്ള ചിത്രീകരണം മനോരമ പോലുള്ള ഒരു ഫ്ലോറിൽ വന്നിരുന്ന് നടത്തുന്ന ഇത്തരം ആളുകളാ അത് നല്ലതാണ് എന്ന വിശ്വാസം എനിക്കില്ല. വലിയ വായിൽ കുറെ വിളമ്പിയല്ലോ സർ. വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ടിരുന്നു. മുസ്ലിം ലീഗ് നിയമസഭയെ പറഞ്ഞപ്പോ വലിയ ഒച്ച വെച്ച് നിങ്ങൾ. ഇന്ന് എന്താണ് സർ അതിന്റെ അവസ്ഥ? എവിടെ പോയി നിങ്ങളുടെ സമസ്തയുടെ മുമ്പിലെയും APയുടെ മുമ്പിലെയും ഒക്കെ ഉള്ള നിങ്ങളുടെ നട്ടലിന്റെ മൂർച്ച? നിയമസഭയ്ക്കകത്ത് 1099 പേരുണ്ടല്ലോ ചുവന്ന കൊടിയും വെച്ചിരിക്കുന്നവര്. എന്തേ അരാജകത്വം നിർമ്മിക്കും,
ലിംഗസമത്വം കുപ്പായം ധരിച്ചത് ഒന്നാക്കിയെന്ന് പറഞ്ഞപ്പോ ഒരു ഇരട്ടച്ചങ്കരും അവിടെ ഓട്ടച്ചങ്കരും അവിടെ ഒച്ച വെച്ചില്ലല്ലോ. എങ്ങനുണ്ട് നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അങ്ങ് പി ടി മാഷാണോ അതോ മറ്റേതെങ്കിലും പാഠ്യ പദ്ധതി കൈകാര്യം ചെയ്തിട്ടുള്ള അധ്യാപകനാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പി ടി മാഷ് അല്ലല്ലോ എന്ന് ചോദിച്ചത് അവരെ അല്ല, പി ടി മാഷ് എന്ന് വ്യതിചരിക്കാൻ എന്താണ് സർ കാരണം? നാക്ക് വളച്ച് മസിൽ പിടിച്ച് ചാനലിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ പേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ജയിക്കേ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്റെ യോഗ്യത തീരുമാനിക്കാൻ നിങ്ങൾ ആരാ സ്വഭാവം നോക്കിയിട്ട്? ഇടപെടണ്ട. ഇടപെടുമല്ലോ ഇത്തരത്തില് അവസാനം മിണ്ടാൻ കഴിയുമെന്ന് വെച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോ ഇടപെടും. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. താങ്കളെ പേടിപ്പിക്കരുത്. കാരണം പി ടി മാഷുമാരെ താങ്കൾ അവമാനിക്കുക ചെയ്തത്. പ്രത്യേകത ആങ്കർ ഇടപെടുന്നതാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അതേപോലെ വ്യക്തിപരമായ ഒരു തർക്കത്തിനോ ഒരു പ്രയാസത്തിനോ എനിക്കിപ്പോ താല്പര്യമില്ല. ഒരു അധ്യാപകനോട് അങ്ങയുടെ വിഷയം എന്താണ് എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് പി ടി മാഷയമാണോ അല്ലയോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് അപമാനമായി മാറുക? മാന്യമായി ചോദിക്കുന്നതല്ലേ, അതിനകത്ത് എവിടെയാണ് അപമാനമായി മനസ്സിലാക്കുക? പിന്നെ അതൊന്നും എനിക്കറിയാൻ മേല.